വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ എം.ആർ. അജിത് കുമാർ ഹൈക്കോടതിയിൽ തന്നെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസിന്റെ റിപ്പോർട്ട് തള്ളിയത് നിയമപരമല്ല എന്ന് അജിത് കുമാർ ഹർജിയിൽ പറയുന്നു. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, എന്തൊക്കെയാണ് അജിത് കുമാറിന്റെ ഹർജിയിലെ ആവശ്യങ്ങൾ? അജിത് കുമാർ ആവശ്യപ്പെടുന്നത് വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണം. അതായത് തന്നെ ക്ലീൻ ചീറ്റ് നൽകിയത്, അതായത് താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ട്, വിജിലൻസിന്റെ റിപ്പോർട്ട്, അത് അംഗീകരിക്കണം എന്നതാണ് എം.ആർ. അജിത് കുമാറിന്റെ ആവശ്യം. ആ ആവശ്യം അടുത്ത ദിവസം ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എം.ആർ. അജിത് കുമാർ ചൂണ്ടിക്കാണിക്കുന്നത് പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ. ആ ആരോപണങ്ങൾക്ക് പിന്നിലൊരു വലിയ ഗൂഢാലോചനയുണ്ട് എന്നാണ് എം.ആർ. അജിത് കുമാർ പറയുന്നത്. തന്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം സുതാര്യമാണ്. വിജിലൻസ് അതിനെക്കുറിച്ചെല്ലാം ആഴത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ട്, മൊഴികൾ എടുത്തിട്ടുണ്ട്. ഇതൊന്നും പരിശോധിക്കാതെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ആ ക്ലീൻ ചീറ്റ് നൽകിയ റിപ്പോർട്ട് തള്ളി വീണ്ടും അന്വേഷിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുന്നത്. അത് നിയമപരമല്ല എന്നതാണ് എം.ആർ. അജിത് കുമാർ ഈ ഹർജിയിലൂടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എം.ആർ. അജിത് കുമാറിന്റെ ഹർജിയിൽ പറയുന്നത് താനൊരു മികച്ച ഉദ്യോഗസ്ഥനാണ് എന്ന് കോടതിയിൽ കാണിക്കാൻ വേണ്ടി ഇതുവരെ അന്വേഷിച്ച കേസുകളുടെയൊക്കെ തന്നെ വിശദാംശങ്ങൾ, അതായത് എൻറിക്ക ലെക്സി കേസ് മുതൽ ഇങ്ങോട്ട് വയനാട് ദുരന്തം വരെ എം.ആർ. അജിത് കുമാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹർജിയാണ് അദ്ദേഹം കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. അതായത് താൻ മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനാണ്, തന്നെ അപമാനിക്കാൻ, ഈ സമൂഹ മധ്യത്തിൽ തന്നെ താറടിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നതാണ് ഇപ്പോൾ എം.ആർ. അജിത് കുമാർ ഈ ഹർജിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി.